Okay, then good afternoon. ഒരു മിനിറ്റ്. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? സുഖമൊക്കെ കഴിഞ്ഞ എല്ലാവരും? Yes, miss. Good afternoon, miss. Good afternoon, miss. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അത് നല്ലപോലെ പഠിക്കണം. ഓക്കെ, നമുക്കൊന്ന് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മൊഡ്യൂൾ 1-നകത്ത് 11ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങളുടെ എത്രയാണ്? 11 അല്ലേ എടുക്കുന്നത്? 11ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും എടുത്തു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണേ. അപ്പൊ പുതിയൊരു ചാപ്റ്റർ ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ICUവിനെ പറ്റി നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. അതിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് നമുക്ക് പറയാം അല്ലെ, അല്ലെങ്കിലോ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ 3 പേരുകൾ നമ്മൾ പറയാറുണ്ട് കേട്ടോ. ICU എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CCU എന്ന് നമുക്ക് പറയാം അല്ലെ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്ന് നമുക്ക് പറയാം അല്ലെ. എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUവിൽ പരിചരിക്കുന്നത്? എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ പരിചരിക്കുന്നത്? നിങ്ങൾ പറയേ, ICUവില് എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ കെയർ കൊടുക്കുന്നത്? ഓക്കെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ സിവിയർ ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കോ അസുഖങ്ങളോ ഉള്ള ആളുകളെയാണ് നമ്മൾ എവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ICUവിനകത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ എവിടെ പഠിച്ചിട്ടുണ്ട്? ഡിപ്പാർട്ട്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വളരെ സിവിയർ ആയിട്ട് ഇൻജേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളെ പരിചരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU അല്ലെ. ഓക്കെ, പിന്നെ നമുക്കറിയാം ICU എന്ന് പറയുമ്പോൾ അവിടെ വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ റൂമുകളിലെ പോലെ വാർഡുകളിലെ പോലെ ഒരുപാട് ബെഡുകൾ അവിടെ ഉണ്ടായിരിക്കും ഇല്ല, വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ. പിന്നെ നമ്മൾ എന്താ അവിടെ പറഞ്ഞത്? ICU എന്ന് പറയുന്ന യൂണിറ്റ് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ആ ഒരു യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്.
അത് നമ്മൾ അവിടെ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഒരു ഹെൽത്ത് ടീം ഉണ്ട്, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ടീമാണ് ആ ഒരു യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും, അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കൂട്ടം ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഈ പറയുന്ന ഒരു യൂണിറ്റിനെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നമ്മളിപ്പോ ഫസ്റ്റ് മൊഡ്യൂളിലെ 11ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. Intensive care unit. Introduction. A unit in a hospital that provides intensive care for critically ill or injured patients, which is operated by the specially trained medical staff and has an equipment that allows for the continuous monitoring and life support. അപ്പൊ അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ്? വളരെ ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെ, വളരെ ഗുരുതരമായിട്ടുള്ള അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ വളരെ സിവിയർ ആയിട്ടുള്ള പരിക്ക് പറ്റിയ ആളുകൾക്കും എന്താണ് പരിചരണം കൊടുക്കുന്നതിനായിട്ട് സ്പെഷ്യലി ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫ്, അതുപോലെ തന്നെ അവർക്ക് തുടർച്ചയായിട്ടുള്ള നിരീക്ഷണവും അതുപോലെ ലൈഫ് സപ്പോർട്ടും കൊടുക്കുന്നതിന് അനുവദിക്കുന്ന എക്യുപ്മെന്റുകൾ കൊണ്ട് സജ്ജമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ആ ഒരു യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതിൽ സ്പെഷ്യലി ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും ഈ ഒരു യൂണിറ്റിനകത്ത് ഉണ്ടായിരിക്കുക അല്ലെ. അതുകൂടാതെ നമുക്കറിയാം ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്, അവിടെ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ലൈഫ് സപ്പോർട്ടും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും ഈ ഒരു യൂണിറ്റിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ICUന്റെ പിക്ചർ ആണ് അവിടെ കൊടുത്തേക്കുന്നത് അല്ലെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഒത്തിരി ലൈഫ് സപ്പോർട്ടിങ് എക്യുപ്മെന്റുകൾ ആ ഒരു യൂണിറ്റിലുണ്ട് അല്ലെ. പ്രത്യേകിച്ച് വെന്റിലേറ്റർ പോലുള്ള സൗകര്യങ്ങള് അല്ലെ, അനസ്തേഷ്യ മെഷീനുകൾ, ഇതെല്ലാം തന്നെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇത് ICU എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? The patients may be referred either directly from an emergency department or from a ward if their condition rapidly worse. വേഴ്സ് എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർക്കണം കേട്ടോ. ഓക്കെ, വേഴ്സ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ നിന്ന് ചേർക്കണം കേട്ടോ. WORSE വേഴ്സ്. വേഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? മോശമാവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ഗുരുതരമാവുക, മോശമാവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ rapidly worse or immediately after surgery, allenkilo if the surgery is very invasive and the patient is at a high risk of complications. നമുക്കറിയാം സാധാരണയായിട്ട് എന്താണ്, ഒന്നുമില്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് അവരുടെ കണ്ടീഷൻ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവരെ കൊണ്ടുവരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ വാർഡിലുള്ള പേഷ്യന്റ് ആണ് നിൽക്കുന്നത്, അവരുടെ സിറ്റുവേഷൻ വളരെയധികം മോശമാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻസിനെ ICUലോട്ട് നമ്മൾ റെഫർ ചെയ്യും അല്ലെ. എമർജൻസിയിൽ വരുന്ന ഒരു പേഷ്യന്റ് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, പെട്ടെന്ന് തന്നെ അവരെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ICUലോട്ട് റെഫർ ചെയ്യുന്നതായിട്ട് വരും അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ വാർഡിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു പേഷ്യന്റ് അവരുടെ കണ്ടീഷൻ വളരെയധികം മോശമാവാണ്, അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ പേഷ്യൻസിനെ ICUലോട്ട് നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഓർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി. അതുപോലെ തന്നെ എന്താണ്, സർജറിക്ക് ശേഷം നമ്മൾ ഉടനെ പേഷ്യൻസിനെ എവിടേക്കാണ് നമ്മൾ മാറ്റുന്നത്, ICUലോട്ടാണ് അല്ലെ. സർജറി കഴിഞ്ഞ പേഷ്യന്റിനെ നമ്മൾ ഉടനടി വാർഡിലോട്ടോ റൂമിലോട്ടാണോ മാറ്റുക? അല്ല, പെട്ടെന്ന് തന്നെ അവർ എങ്ങോട്ടായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, ICUലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതൊരു ഓൾറെഡി പ്ലാനഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി, സർജറിക്ക് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ നോക്കൂ, the surgery is very invasive and the patient is at a high risk of complications. ഈ സർജറി എന്ന് പറയുന്നത്
വളരെയധികം ഗുരുതരമായിട്ടുള്ള വളരെ മേജർ ആയിട്ടുള്ള സർജറികളാണ്, അല്ലെങ്കിൽ പേഷ്യന്റിന് ഒരുപാട് കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ICUവിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താ നമ്മൾക്ക് കൊടുക്കുന്നത്? ഇന്റൻസീവ് കെയർ കൊടുക്കണം അല്ലെ? വളരെ തീവ്രമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു, ICUവിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? ICU എന്താണെന്നുള്ളതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ICU എന്ന് പറഞ്ഞാല് ഗുരുതരമായിട്ടുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾക്ക് പരിചരണം കൊടുക്കുന്നതിൽ എസ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ അവർക്ക് ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ലൈഫ് സപ്പോർട്ടും കൊടുക്കുന്നതിനായിട്ട് എക്യുപ്മെന്റുകൾ കൊണ്ട് സജ്ജമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റിനെയാണ് നമ്മൾ ICU എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അടുത്തത് കേട്ടോ, അതൊരു ICUവിന്റെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ധാരാളം എക്യുപ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് who are cared for in the ICU. ഓക്കെ, who are cared for in the ICU. ICUവിലെ എങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ പരിചരണങ്ങൾ കൊടുക്കുന്നത്? അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, എന്താണ് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കട്ടെ. അതിന്റെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കാനുള്ളത് എങ്ങനെയുള്ള രോഗികളെയാണ് നമ്മൾ ICUവിനകത്ത് പരിചരണം കൊടുക്കുന്നത് കേട്ടോ. നോക്കൂ, the patients may have a planned admission after surgery, an unexpected admission after an accident, or be admitted due to a sudden and critical worsening of their health. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് അല്ലെ? ഒന്നില്ലെങ്കിൽ പേഷ്യൻസിന് എന്താണ് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാനഡ് ആയിട്ട് തന്നെ അവർ അഡ്മിറ്റ് ചെയ്യും അല്ലെ? ICUവിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. കാരണം നമുക്കറിയാം മേജർ സർജറി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ആണ്, നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ആ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യന്റിനെ സ്വാഭാവികമായിട്ട് എങ്ങോട്ടേക്കായിരിക്കും നമ്മൾ മാറ്റുക? ICUവിലോട്ടായിരിക്കും മാറ്റുക. അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു പ്ലാനഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ് അല്ലെ? അത് പ്ലാനഡ് ആണെങ്കിൽ അൺപ്ലാനഡ് ആയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കേസുകളുണ്ട്. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി വളരെ ഗുരുതരാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് പേഷ്യൻസിനെ ICUവിലോട്ട് മാറ്റുന്നതായിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ്, ഏതെങ്കിലും കാരണവശാൽ ഓൾറെഡി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ വേഴ്സ് ആവുകയാണെങ്കിലും അവരെ നമുക്ക് ICUവിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, then some hospital ICU specialize in providing care for the particular health conditions or injuries that include. അപ്പൊ നമുക്കറിയാം ICU എന്ന് പറയുന്നത് ചില സ്പെഷ്യൽ ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില പ്രത്യേക ഇഞ്ചുറീസിനുള്ള ICU പരിചരണങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സിവിയർ ബേൺസ് അല്ലെ? സിവിയർ ബേൺസ് എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള പൊള്ളലുകളൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ നമ്മൾ എവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുക? ICUവിനകത്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ? സിവിയർ ബേൺസ് എന്ന് വെച്ചാൽ അത്രയും ഗുരുതരമായിട്ടുള്ള പൊള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെന്താണ്, റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ? അതായത് പെട്ടെന്ന് ഒരു ശ്വാസതടസ്സം, ശ്വാസം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലുള്ള രോഗിയെ നമ്മൾ എവിടെയാണ് കെയർ ചെയ്യുന്നത്? ICUവിനകത്താണ് അല്ലെ? റെസ്പിറേറ്ററി ഫെയിലിയർ കേട്ടോ, ശ്വാസതടസ്സമാണ് കേട്ടോ. റെസ്പിറേഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്. റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ശ്വാസം നിലച്ചു പോകുന്ന അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ എവിടെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്? ICUവിനകത്താണ് കെയർ കൊടുക്കുന്നത്. പിന്നെ വരുന്നത് എന്താണ്? കാർഡിയോ തൊറാസിക് സർജറി ആണ്. കാർഡിയോ തൊറാസിക് സർജറി. ഓക്കെ, കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട മേഖല. തൊറാക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെസ്റ്റിന്റെ പോർഷൻ ആണ് കേട്ടോ. നമ്മുടെ നെഞ്ചിന്റെ ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മള് തൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും കാർഡിയോ തൊറാസിക് സർജറി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. കാർഡിയോ എന്ന് പറയുന്നത് ഹാർട്ടാണ്, തൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ പോർഷൻ ആണ് കേട്ടോ. അപ്പൊ ആ തൊറാസിക് ക്യാവിറ്റിക്കകത്ത് ഓർഗൻസുകൾ ഉണ്ട് അല്ലെ? ഹാർട്ട് മാത്രമല്ല അല്ലെ? ലങ്സ് ഉണ്ട് അവിടെ അല്ലെ? ശ്വാസകോശം ഉണ്ട്, അതുപോലെ നമ്മുടെ അന്നനാളുണ്ട്, ലിവറിന്റെ ഭാഗം വരുന്നുണ്ട്, സ്റ്റൊമക്കിന്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിക്കകത്താണ് വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർജറികളും അങ്ങനെയുള്ള സർജറികളുടെ കെയറിനും നമ്മൾ എവിടെ തന്നെയാണ് കൊടുക്കുന്നത്? ICUവിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അതിന് ചേർത്ത് പറയുന്നതാണ് കേട്ടോ കാർഡിയോ തൊറാസിക് സർജറി എന്നാണ് പറയുക കേട്ടോ. ഹൃദയം മാത്രമല്ല, നമ്മുടെ തൊറാസിക് ക്യാവിറ്റിക്കകത്ത് വരുന്ന ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട സർജറികൾ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനും നമ്മൾ ICUവിനകത്താണ് പരിചരിക്കുന്നത് കേട്ടോ. ഓക്കെ, കാർഡിയോ തൊറാസിക് സർജറി. പിന്നെ
അടുത്തത് എന്താണ്? കോംപ്ലക്സ് സ്പൈനൽ സർജറി അല്ലെ, വളരെ എന്താ പറയാ സങ്കീർണമായിട്ടുള്ള സ്പൈനൽ സർജറികൾ, പ്രത്യേകിച്ച് നമ്മുടെ നട്ടെല്ലിനൊക്കെ വരുന്ന ശസ്ത്രക്രിയകൾ അല്ലെ, നമ്മുടെ സ്പൈനൽ ഭാഗത്ത് വരുന്ന കേട്ടോ, സ്പൈനൽ ഏരിയ, നമ്മുടെ സുഷുമ്ന അല്ലെ, നമ്മുടെ സ്പൈനൽ നട്ടെല്ലിന്റെ ഒക്കെ ഭാഗത്തൊക്കെ വരുന്ന കോംപ്ലക്സ് സർജറികളൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെയും ICUവിലാണ് നമ്മൾ പരിചരിക്കുന്നത് കേട്ടോ. അതാണ് കോംപ്ലക്സ് സ്പൈനൽ സർജറി കേട്ടോ. പിന്നെ വരുന്നത് മേജർ ട്രോമയാണ്. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പരിക്ക് എന്നുള്ള അർത്ഥം, ഗുരുതരമായിട്ടുള്ള പരിക്ക് അല്ലെങ്കിൽ ആഘാതം, അതിനെയാണ് നമ്മൾ ട്രോമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മേജർ ട്രോമ എന്ന് പറയുന്നത് ആക്സിഡന്റ് മൂലം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വീട് കഴിഞ്ഞിട്ട് ഇപ്പൊ വളരെ സിവിയർ ആയിട്ടൊക്കെയുള്ള ഹെഡ് ഇഞ്ചുറി ഒക്കെ നമുക്ക് വരാം അല്ലെ. ഒത്തിരി നമ്മുടെ ബ്ലഡ് ലോസ് ആവുന്ന രീതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പരിക്കുകൾ വരുന്ന തലയ്ക്ക്, പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറി, ഇതൊക്കെ ഇതിനകത്താ വരുന്നത്? മേജർ ട്രോമയ്ക്കകത്താണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, മേജർ ട്രോമ അങ്ങനെയുള്ള കേസുകള്. പിന്നെ വരുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് ആണ് അല്ലെ. അതായത് നമ്മൾ ഈ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കെയറിങ് അവർക്ക് കൊടുക്കണം അല്ലെ. മറ്റുള്ള ആളുകളുമായിട്ടൊരു സമ്പർക്കം വരാനോ അങ്ങനെയൊന്നും പാടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ ICUവിലാണ് നമ്മൾ പരിചരിക്കുന്നത്. പിന്നെ വരുന്നത് എന്താണ്? സെപ്സിസ് ആണ് കേട്ടോ. സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഇൻഫെക്ഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ ഇൻഫെക്ഷൻ തന്നെ കുറച്ച് കൂടിയ അവസ്ഥയെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മളത് ശരിയായ സമയത്ത് ശരിയായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുകയും നമ്മുടെ ബ്ലഡിൽ അത് കലരും. ഓക്കെ, നമ്മുടെ ബ്ലഡിൽ അത് കലർന്നിട്ട് രക്തത്തിൽ അണുബാധയായി അത് മറ്റു പല ഓർഗൻസിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവസാനം അത് വളരെ സിവിയർ ആയി കഴിഞ്ഞാൽ രോഗി ചിലപ്പോ മരിച്ചു പോകാൻ വരെ കാരണമാകും കേട്ടോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്ത്? സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെപ്സിസ് എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ നമ്മൾക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു, ചിലപ്പോ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മൾ അത് അറിഞ്ഞില്ല, നമ്മൾ അറിയാതെ പോയി, അല്ലെങ്കിൽ ശരിയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷൻ വളരെയധികം വ്യാപിച്ച് നമ്മുടെ ബ്ലഡിൽ കലരുകയും നമ്മുടെ രക്തത്തിലെ അണുബാധയായിട്ട് അത് മാറും. ബ്ലഡ് എന്ന് പറയുമ്പോൾ ഫുൾ ത്രൂ ഔട്ട് ബോഡി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ രക്തത്തിൽ അണുബാധയായി മാറുകയും അത് മറ്റു പല ഓർഗൻസുകളെ പ്രതികൂലമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ അത് വളരെ മോശമായിട്ട് തന്നെ ബാധിക്കുകയും അങ്ങനെ അവസാനം രോഗി മരണത്തിന് കീഴടങ്ങുന്ന ഒരു സ്റ്റേജ്. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് സെപ്സിസ്. ചിലർ നമ്മൾ കേട്ടിട്ടില്ല, പനിയൊക്കെ വന്ന് മരിച്ചു പോകുന്ന കേസ്. ഇപ്പൊ നമ്മൾ വലിയ പനിയൊക്കെ വന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു വിചാരിക്കും അല്ലെ. അത് വേറൊന്നുമല്ല, ഇൻഫെക്ഷനുള്ളിൽ കിടക്കുന്നുണ്ടാവും, ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ മറ്റു പല ഓർഗൻസുകളെയൊക്കെ അത് ബാധിച്ച് എന്താവുകയാണ്, രോഗിക്ക് മരണം സംഭവിക്കുകയാണ് കേട്ടോ. അപ്പൊ അതാണ് സെപ്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് അറിയാലോ, കാർഡിയാക് അറസ്റ്റ് ആണ് കേട്ടോ. ഹാർട്ട് അറ്റാക്ക് പോലെ വരുന്ന എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള രോഗികളെ എവിടെയും നമ്മൾ പരിചരിക്കാം? ഇന്റൻസീവ് കെയർ യൂണിറ്റിനകത്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള രോഗികളെയാണ് നമ്മൾ ICUവിനകത്ത് പരിചരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ്? സിവിയർ ബേൺസ് അല്ലെ, റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോതൊറാസിക് സർജറികള്, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, സെപ്സിസ്, കാർഡിയാക് അറസ്റ്റ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ അത്രയും ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് അല്ലെ. അങ്ങനെയുള്ള രോഗികളെയൊക്കെ നമ്മൾ ICUവിനകത്താണ് പരിചരിക്കുന്നത് കേട്ടോ. ഓക്കെ, എളുപ്പമാണ് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോമൺ ടൈപ്സ് ഓഫ് ICU ആണ് കേട്ടോ. പലതരത്തിലുള്ള ICU ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് എന്താണെന്ന് ചോദിക്കില്ല, അതിന്റെ മെയിൻ ആയിട്ട് എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എക്സ്പാൻഷൻ ഫോമുകൾ പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക പല ടൈപ്പ് ICU ഉണ്ട്. പല ടൈപ്പ് ICU എന്ന് പറഞ്ഞാല് അവരുടെ ടൈപ്പ് പറയുന്നത് എന്താന്ന് വെച്ചാല് ഓരോ ICU എങ്ങനെയുള്ള പരിചരണമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കെയർ ആണ് അവർ കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ പല ടൈപ്പുകളായിട്ട് അവിടെ തിരിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ICU എന്ന് പറയുമ്പോൾ ഇന്റൻസീവ് കെയർ കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തിനാണോ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ പല ടൈപ്പുകളായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കോമൺ ടൈപ്സ് ഓഫ് ICU കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ CICU കേട്ടോ. അപ്പൊ CICUവിന്റെ ഫുൾ ഫോമും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഹൃദ്രോഗ സംബന്ധമായിട്ട്, ഹൃദയ സംബന്ധമായിട്ട് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ
തീവ്രപരിചരണം കൊടുക്കുന്ന ICU ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് അതിന്റെ പേര് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ CICU എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കി. രണ്ടാമത്തെ എന്താണ്? കാർഡിയോവാസ്കുലർ thoracic intensive care unit അഥവാ CVTS-ICU. ഇതാണ് CVTS-ICU. CVTS-ICUന്റെ ഫുൾ ഫോം എന്താണ്? കാർഡിയോവാസ്കുലർ thoracic intensive care unit ആണ് കേട്ടോ. കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ, കാർഡിയോ വാസ്കുലർ നമ്മൾ പഠിച്ചതാണ് അല്ലെ. വാസ്കുലർ ഏതിനാണ്? ബ്ലഡ് വെസൽ ആണ് അല്ലെ. ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞു അല്ലെ, കാർഡിയോളജി പറഞ്ഞപ്പോ വാസ്കുലർ ഡീൽസ് വിത്ത് വെസൽസ് ആണ് അല്ലെ, ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അല്ലെ. അപ്പൊ ഇത്തരത്തില് ഓപ്പൺ ഹാർട്ട് സർജറി മാത്രമല്ല, തൊറാസിക് അല്ലെ, തൊറാസിക് സർജറി നമ്മൾ പറഞ്ഞില്ലേ, ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ വരുന്ന തൊറാസിക് സർജിക്കൽ പ്രൊസീജിയറുകൾ ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നൊരു ICU ആണ് CVTS-ICU എന്ന് പറയുന്നത്. കാർഡിയോ വാസ്കുലർ thoracic intensive care യൂണിറ്റ്. പിന്നെ അടുത്തത് എന്താണ്? ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ GICU. ഇതാണ് GICU. G എന്താണ്? ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. അതായത് ആമാശയ സംബന്ധമായിട്ടൊക്കെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്കായിട്ട് കൊടുക്കുന്ന ICU. ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് അതത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് കാർഡിയാക് ICU ഉണ്ടായിരിക്കും. ഗാസ്ട്രോളജി വിഭാഗത്തിന് ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഏറ്റവും സിവിയർ ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ഇന്റൻസീവ് കെയർ കൊടുക്കുന്ന യൂണിറ്റുകളാണ് അല്ലെ. അതുപോലെ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ MICU. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് വെച്ചാൽ നോർമലി ഇപ്പൊ നമുക്ക് വരുന്ന അസുഖങ്ങള്, ഇൻഫെക്ഷൻസ്, ഇഞ്ചുറികള്, അതിലൊക്കെ സിവിയറിറ്റി ഉള്ള ആളുകൾക്ക് പരിചരണം കൊടുക്കുന്നതാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, നിങ്ങൾ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ NICU ഫുൾ ഫോം പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കഴിഞ്ഞ ദിവസം കൂടെ നമ്മളത് പറഞ്ഞതാണ് അല്ലെ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, നവജാത ശിശുക്കൾക്ക്, പ്രിമച്വർ ബേബീസിനൊക്കെ പരിചരണം കൊടുക്കുന്നത് NICU ആണ് അല്ലെ. പിന്നെന്താണ്? ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതുപോലെ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ PICU അല്ലെ. PICU എന്താണ്? പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ഓക്കെ, കുട്ടികളിൽ തന്നെ ഈ പറയുന്ന സിവിയർ ആയിട്ട് പ്രശ്നങ്ങളുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക് പരിചരണം കൊടുക്കും. SICU എന്താണ്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. എന്താണ്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. പിന്നെ അടുത്തതാണ് TICU. TICU എന്താണ്? ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ട്രോമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഒക്കെ സംഭവിക്കുന്ന, ഹെഡ് ഇഞ്ചുറി ഒക്കെ വരുന്ന അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ നമ്മൾ എവിടേക്കാണ് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്? ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റിലോട്ടാണ് അല്ലെ, TICUലോട്ടാണ് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? പല ടൈപ്പുകളുള്ള ICU ആണ്, പല ടൈപ്പ് ഓഫ് ICU ആണ് കേട്ടോ. അപ്പൊ എന്തിനാണോ അവർ പരിചരണം കൊടുക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ പല ടൈപ്പുകൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കേട്ടോ. ഇനി നമ്മൾ ICUവിനെ ഡിവിഷൻ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുകയാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയായിട്ട് ICUവിനെ ക്ലാസിഫൈ ചെയ്യും. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന് മുന്നേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് കേട്ടോ. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ICUവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണത്? ഒന്ന് ഓപ്പൺ യൂണിറ്റ് ICU, രണ്ടാമത്തത് ക്ലോസ്ഡ് യൂണിറ്റ് ICU. ഇതൊക്കെയാണ് ഓപ്പൺ യൂണിറ്റ് ICU ഉണ്ട്, ക്ലോസ്ഡ് യൂണിറ്റ് ICU ഉണ്ട്. അപ്പൊ നമുക്കിത് വായിക്കാം. ഓക്കെ, വായിക്കുന്നതിനേക്കാളും മുമ്പ് ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് വായിക്കാം. അപ്പൊ പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഇത് ഉറപ്പാക്കി വയ്ക്കുക. അതായത് എന്താരാണ് ഫിസിഷ്യൻ? ആരാണ് ഫിസിഷ്യൻ? നമ്മൾ പഠിച്ചു, ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു അല്ലെ. ഫിസിഷ്യൻ എന്താ നമ്മൾ പറയാ? ജനറൽ പ്രാക്ടീഷണർ എന്നാണ് പറയാ അല്ലെ. എന്ന് വെച്ചാൽ ഹിസ് എ ഡോക്ടർ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ അല്ലെ. അതായത് ഒരു മെഡിസിനിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. പിന്നെന്താണ്?
സ്പെഷ്യലൈസ്ഡ് ആണ്. എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് അവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് ഒരു ഹാർട്ട് അല്ലെങ്കിൽ ലെൻസ്, കിഡ്നി അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് അല്ല. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഫിസിഷ്യൻ അഥവാ ജനറൽ പ്രാക്ടീഷണർ എന്ന് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി വേറൊരാളും കൂടി ആരാണത്? ഇന്റൻസിവിസ്റ്റ് കേട്ടോ. ആരാണ്? ഇന്റൻസിവിസ്റ്റ്. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ പറയുന്ന ഐസിയുവിനകത്ത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. എന്നുവെച്ചാൽ ആ ഒരു ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഈ നമ്മൾ പല സ്ഥലത്ത് ഇന്റൻസിവിസ്റ്റ് എന്നാണ് പറയാ. അപ്പൊ ആരാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് അന്നേരം നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്. ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐസിയുവിനകത്ത് തീവ്രപരിചരണം കൊടുക്കേണ്ട രോഗികൾക്ക് മീൻസ് അവർക്ക് പരിചരണം കൊടുക്കുന്നതിന് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവരെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവര് രണ്ടുപേരും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ കേൾക്കുക, നമ്മൾ പറഞ്ഞല്ലോ 2 ഡിവിഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്ന് ഓപ്പൺ യൂണിറ്റ് ഐസിയു ആണ്, മറ്റൊന്ന് ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആണ്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഓപ്പൺ യൂണിറ്റ് ഐസിയു ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓപ്പൺ യൂണിറ്റ് ഐസിയുവിനകത്ത് എന്താണെന്ന് അറിയോ പ്രത്യേകത? അതായത് ഈ പറയുന്ന രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതിനും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പ്ലാനുകളും മറ്റും തയ്യാറാക്കുന്നത് ഒരു ഫിസിഷ്യൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഓപ്പൺ യൂണിറ്റ് ഐസിയുവിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഈ പറയുന്ന ഐസിയുവിലേക്ക് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പ്ലാനുകളും മറ്റും തയ്യാറാക്കുന്നത് ഒരു ഫിസിഷ്യൻ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫിസിഷ്യൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ നമ്മുടെ ഇന്റൻസിവിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിന് മാത്രമായിട്ടുള്ള ഒരു റോള് എവിടെ വരുന്നുള്ളൂ? ഓപ്പൺ യൂണിറ്റ് ഐസിയുവിനകത്ത് വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാല് ഐസിയുവിനകത്ത് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഈ പറഞ്ഞ ബെഡിന്റെ വല്ല ഷോർട്ടേജ് വന്നോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ വല്ല ഷോർട്ടേജ് ഒക്കെ വരുന്ന സിറ്റുവേഷന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു റോള് മാത്രമേ ആർക്ക് വരുന്നുള്ളൂ? ഇന്റൻസിവിസ്റ്റിന് വരുന്നുള്ളൂ. ഞാൻ എന്ത് കാര്യം പറഞ്ഞേ? ഓപ്പൺ യൂണിറ്റ് ഐസിയുവിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ക്ലിയർ ആയോ? ഇനി അതെവിടെ ഇരിക്കട്ടെ. ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുലോട്ട് പോകാം. ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? നേരെ തിരിച്ചാണ്. അതായത് അവിടെ ഒരു ഇന്റൻസിവിസ്റ്റ് ആണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിനും അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നത് ആരായിരിക്കും? അവരെ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നതിന് മെയിൻ പങ്ക് വരുന്നത് ഒരു ഇന്റൻസിവിസ്റ്റ് ആയിരിക്കും. ഏതിനകത്ത്? ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുനകത്ത്. എന്ന് പറഞ്ഞാൽ അവര് ഫിസിഷ്യന്മാരെ കംപ്ലീറ്റ് മാറ്റുന്നില്ല, ഫിസിഷ്യൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇന്റൻസീവ് കെയർ ആണ് ക്ലോസ്ഡ് യൂണിറ്റിനകത്ത് ആ പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പറയുക, ഇതിൽ ഏതായിരിക്കും കുറച്ചൊക്കെ ബെറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതാ? ഓപ്പൺ യൂണിറ്റ് ആണോ അതോ ക്ലോസ്ഡ് യൂണിറ്റ് ആണോ? പറഞ്ഞോ. ഇത് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പറയും ഏതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, ശ്രീലക്ഷ്മി പറയുന്നത് ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. ഫർസാന പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും? ഓക്കെ, ഇതും ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഷിബില് പറഞ്ഞു ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. കീർത്തന, നബീല, നീന്തു, അർലീൻ. ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റ് ആണ് അല്ലെ. കാര്യം എന്താ? എന്തുകൊണ്ടാണ് നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ആണ് നല്ലതെന്ന് പറയാൻ റീസൺ എന്താ? കാര്യം എന്താ? ഇന്റൻസിവിസ്റ്റുകളുടെ ഒരു പരിചരണമാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. കാര്യം നമുക്ക് വേണ്ടതും അത് തന്നെയാണ് അല്ലെ. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ആക്കി കറക്റ്റ് ആണ് കേട്ടോ. അഞ്ജലി, നബീല കറക്റ്റ് ആണ് കേട്ടോ. ബെറ്റർ ആയിട്ടുള്ളത് ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആണ്. കാര്യം ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിന് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടറുടെ പരിചരണമല്ലേ നമുക്ക് വേണ്ടത്. അതെവിടെ കിട്ടുന്നത്? ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയുനകത്താണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അത് മനസ്സിലാക്കിയത്. നമ്മുടെ നാട്ടിലും എല്ലായിടത്തും മിക്കവാറും ക്ലോസ്ഡ് ഐസിയു തന്നെയാണ് കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ഐസിയു ഫോറിൻ കൺട്രികളിലുണ്ട്. പക്ഷെ നമ്മുടെ കൂടുതൽ ഇന്ത്യയിലൊക്കെ എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു തന്നെയാണ് കേട്ടോ. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ അവിടെ പറയുന്നത്. അത് മാത്രമാണ് കേട്ടോ അവിടുത്തെ വ്യത്യാസം. വേറെ അതിനകത്ത് പഠിക്കാനില്ല. ഓർത്ത് വെക്കാം, ഓപ്പൺ യൂണിറ്റ് ഐസിയുവിന്റെ മെയിൻ റോൾ വരുന്നത് ഫിസിഷ്യൻ ആണ്. അദ്ദേഹമാണ് അഡ്മിഷൻ ആയിക്കോട്ടെ, ഡിസ്ചാർജ് ആയിക്കോട്ടെ, ട്രീറ്റ്മെന്റ് പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നതും അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഫിസിഷ്യൻ ആണ്. ഇതിനകത്ത് ഓപ്പൺ യൂണിറ്റിനകത്ത്. ക്ലോസ്ഡ് യൂണിറ്റ് ആകുമ്പോൾ അവിടെ ഒരു ഇന്റൻസിവിസ്റ്റിനാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി അവിടെ വരുന്നത് കേട്ടോ. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഓപ്പൺ യൂണിറ്റ് കേട്ടോ. ഓൾ അറ്റൻഡിങ് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ.
all attending physicians may admit and care for patients. അല്ലെ, എല്ലാ ഫിസിഷ്യൻസ് ആണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ഫിസിഷ്യൻ ആണ് കേട്ടോ. ഇനി നോക്കൂ, ട്രയേജ് ഡിസിഷൻ ഫാൾസ് ഓൺ ഡയറക്ടർ ഓഫ് ICU when there is a bed of staff shortage. ട്രയേജ് ഡിസിഷൻ, ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സോർട്ട് ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. നിങ്ങൾക്ക് തിരിക്കില്ലേ, നമ്മള് സോർട്ട് ചെയ്യില്ലേ, തരംതിരിക്കുക, അതിനുള്ള അർത്ഥമാണ്. അതായത് ട്രയേജ് ഡിസിഷൻ ഫാൾസ് ഓൺ ഡയറക്ടർ ഓഫ് ICU. ഡയറക്ടർ ഓഫ് ICU എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ICU ഇൻചാർജ് അദ്ദേഹത്തിനെയാണ് നമ്മൾ ഡയറക്ടർ ഓഫ് ICU എന്ന് പറയുന്നത് കേട്ടോ. When there is a bed of staff shortage, കണ്ടോ, അവ നമുക്ക് ഒരു ബെഡിന്റെ ഷോർട്ടേജ് വന്നോ, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാഫിന്റെ ഷോർട്ടേജ് വന്നോ, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു റോള് മാത്രമേ ആർക്ക് വരുന്നുള്ളൂ? ഇന്റൻസിവിസ്റ്റിന് വരുന്നുള്ളൂ അല്ലെ. അങ്ങനെ വരുമ്പോൾ ട്രയേജ് ഡിസിഷൻ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ സോർട്ട് ചെയ്തിട്ട് വേണം പേഷ്യൻസിനെ എടുക്കാനായിട്ട്. എന്നുവെച്ചാൽ വരുന്ന പേഷ്യൻസിന് തന്നെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട പേഷ്യൻസ് തന്നെയായിരിക്കുമല്ലോ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകള് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ വന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ചിലപ്പോൾ ICUവിനടുത്ത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബെഡിന്റെ ഷോർട്ടേജ് വരികയാണ്, അറിയാതെ സ്റ്റാഫിന്റെ ഷോർട്ടേജ് വരുമ്പോൾ ഈ വന്നിരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കേസ് ഏതാണോ അവർക്ക് നമ്മൾ പ്രയോറിറ്റീസ് കൊടുത്തിട്ട് സോർട്ട് ചെയ്തിട്ട് വേണം അങ്ങനെയുള്ളവരെ പ്രവേശിക്കുക. കാരണം അവർ ഉദ്ദേശിക്കുന്ന ട്രയേജ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. സോർട്ട് ചെയ്തിട്ട് പിന്നെ ആൾക്കാരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള റോള് മാത്രമേ ആർക്ക് വരുന്നുള്ളൂ? ഇന്റൻസിവിസ്റ്റിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നോക്കൂ, the major drawback of this concept is that these physicians might not have received specialized training for managing the critically ill patients. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡ്രോബാക്ക് എന്താണ്? ഇത്തരം ഫിസിഷ്യൻ എന്ന് പറയുന്നത് അത് ജനറൽ മെഡിസിനിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിൽ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളല്ല അവര്. അപ്പൊ അവരുടെ സേവനമാണ് അവർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അവർക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് അതിനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അത്രയുള്ളൂ. ക്ലോസർ യൂണിറ്റിലോട്ട് വരുമ്പോൾ the directors and or associates are accountable for all admissions and discharges കേട്ടോ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ICU ഇന്റൻസിവിസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടീം ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്റൻസിവിസ്റ്റും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവരായിരിക്കും ഈ പറയുന്ന പേഷ്യന്റിന്റെ അഡ്മിഷനും ഡിസ്ചാർജിനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ കേട്ടോ. പിന്നെ നോക്കിയേ, once the patient is admitted, the unit team takes case of by collaborating with the admitting team for the efficient patient care കേട്ടോ. അപ്പൊ ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ICU ഇന്റൻസിവിസ്റ്റ് അവരുടെ ഒരു ടീം ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഫിസിഷ്യൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുമായിട്ട് സഹകരിച്ച് ഒരു ഫുൾ പാക്ക് എന്നുള്ള രീതിയിലാണ് അവർക്കൊരു ഇന്റൻസീവ് കെയർ പേഷ്യൻസിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. Closer units may be helpful for the following reasons. അതായത് അണ്ടർലൈൻ ചെയ്തിട്ട് ഈ 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലോസർ യൂണിറ്റ് ICUവിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് കേട്ടോ? എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, മോർ ടൈമിലെ പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീസിയേഷൻ അല്ലെ. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അതാണ് കേട്ടോ. മോർ ടൈമിലെ പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീസിയേഷൻ അല്ലെ. വളരെ കൃത്യസമയത്ത് തന്നെ നമുക്ക് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്കായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കുന്നത്. അതെന്തായാലും സാധിക്കും. കാര്യം എന്താണ്? എന്ന് വെച്ചാൽ ഇന്റൻസിവിസ്റ്റുകളുടെ സേവനമാണ്. അത് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉടനടി ഡിസൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. കാരണം അതിനുള്ള സ്കില്ലുണ്ട്, അവർക്ക് ട്രെയിൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോർ ടൈമിലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീസിയേഷൻ. പെട്ടെന്ന് തന്നെ നമുക്ക് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് അധികം വൈകാതെ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. അതൊന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ പോയിന്റ് നോക്കി, ഇന്റൻസിവിസ്റ്റ് ആർ സ്പെഷ്യലി ട്രീറ്റഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്റൻസിവിസ്റ്റ്. അവരുടെ സേവനമാണ് ക്ലോസർ യൂണിറ്റ് ICUവിനകത്ത് കിട്ടുന്നത്. സോ ഇറ്റ് ഇസ് മോർ കേട്ടോ. അതാണ് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഓപ്പൺ യൂണിറ്റ് ICU എന്താണെന്നും ക്ലോസർ യൂണിറ്റ് ICU എന്താണെന്ന് മനസ്സിലായാലും തെറ്റിപ്പോകില്ലല്ലോ. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. ഇത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. ICUവിനകത്തെ സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ടാണ് ഇനി ഇവിടെ കൊടുത്തേക്കുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
ഒന്നാമത്തെ നോക്കാം, ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കും ഐസിയുവിന്. നമ്മൾ പറഞ്ഞു ഐസിയുവിനകത്ത് ഒരു ടീം ഉണ്ടല്ലേ, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ടീം ഉണ്ട്, അവരാണ് ഐസിയു ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോക്കാം, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും കേട്ടോ. മെഡിക്കൽ സ്റ്റാഫ് മീൻസ് ഡോക്ടേഴ്സ്. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫ്. പിന്നെ പറയുന്നത് നോക്കി, the respiratory therapist is an essential part of an ICU കേട്ടോ. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം രോഗികൾക്ക് ശ്വസന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇൻഹേലേഷൻ തെറാപ്പി കൊടുക്കാൻ, ഓക്സിജൻ തെറാപ്പി ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കും, ഐസിയുവിന്റെ ടീമിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് പറഞ്ഞത്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻ ഐസിയു ടീം. ഓക്കെ, ദെൻ മൂന്നാമത് വരുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ആണ് കേട്ടോ. നഴ്സസ് ഉണ്ടായിരിക്കും കേട്ടോ, നഴ്സിംഗ് സ്റ്റാഫ്. പിന്നെ നാലാമത് വരുന്നതാണ് ഓക്സിലറി പേഴ്സണൽ ആണ് കേട്ടോ. ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഓക്സിലറി മീൻസ് സപ്പോർട്ടിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് അർത്ഥം കേട്ടോ. പേഴ്സണൽ എന്ന് കണ്ടാൽ ഈ വാക്ക് കുറെ സ്ഥലത്തിന് വരും കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് അർത്ഥം കേട്ടോ, സ്റ്റാഫ്. ഓക്കെ, അപ്പൊ ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാല് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ് കേട്ടോ. ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്കും പിന്നെ എന്താ പറയുക നഴ്സിംഗ് സ്റ്റാഫുകൾക്കൊക്കെ എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുന്ന സ്റ്റാഫ് കേട്ടോ. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്, ഐസിയു സ്റ്റാഫിനകത്ത് വരുന്നത്. ആരൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകള്, പിന്നെ ഓക്സിലറി പേഴ്സണൽസ് അല്ലെ, സപ്പോർട്ടിംഗ് സ്റ്റാഫുകള്, ദെൻ നമ്മൾ പറഞ്ഞത് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസിയു ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ്, ഡോക്ടർ ആണ് അല്ലെ. ഐസിയു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാര് ഐസിയു ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ്. കൂടാതെ റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. എന്താണ് റെസിഡന്റ് ഡോക്ടേഴ്സ്? അതിനകത്ത് തന്നെ സീനിയർ ഉണ്ടായിരിക്കും, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ടാണ്, ആരാണ് റെസിഡന്റ് ഡോക്ടർമാർ? ശരിക്കും പറഞ്ഞ ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ് ആണ് കേട്ടോ. ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടർമാരില്ലേ, അവരെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. റെസിഡന്റ് ഡോക്ടർ. അതിനകത്ത് തന്നെ സീനിയർ ഡോക്ടർമാരുണ്ടായിരിക്കും, ജൂനിയർ ഡോക്ടർ എന്ന് പറഞ്ഞാല് സാധാരണ MBBS ഉണ്ടല്ലോ, അത് ഡിഗ്രി പോലെ തന്നെയാണല്ലോ, മീൻസ് ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി. സോ MBBS കഴിഞ്ഞിട്ട് ജനറൽ ഇത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? സ്പെഷ്യലൈസ് ചെയ്യും, MD ചെയ്യുന്നത്. നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കില്ലേ, എന്നതുപോലെ MBBS കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? പൊതുവെ MD എടുക്കും. MD എന്ന് വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് കേട്ടോ, ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്. ആ MD ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് അവർ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അവർ കാർഡിയോളജി സ്പെഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ പൾമണോളജി, എങ്ങനെയാന്ന് വെച്ചാൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഈ ഒരു MD പീരീഡിലാണ് കേട്ടോ, പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇനി ഈ MBBS-ഉം MD-യും കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? പൊതുവെ ഒരു 3 to 4 years ഓഫ് റെസിഡൻസി പീരീഡ് എന്ന് പറഞ്ഞാല് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് MD കഴിഞ്ഞിട്ട് അവര് സ്പെഷ്യലൈസ് ചെയ്ത ഫീൽഡ് ഏതാണോ അതിനകത്ത് ഒരു 3 or 4 വർഷത്തെ റെസിഡന്റ് പീരീഡിൽ സർവ് ചെയ്യും, ട്രെയിനിങ് പീരീഡിൽ ഇരിക്കും. ഓക്കെ, ആ ഒരു എന്താ പറയാ റെസിഡൻസി പീരീഡ് എന്നാണ് അതിനെ പറയാ കേട്ടോ. എന്നുവെച്ചാൽ അവര് സ്പെഷ്യലൈസ് ചെയ്തത് ഏത് ഏരിയയിലാണോ ആ ഒരു ഏരിയയിൽ അവര് റെസിഡൻസി പീരീഡിൽ ഇരിക്കും. ദാറ്റ് മീൻസ് അവര് ട്രെയിനിങ് പീരീഡിലായിരിക്കും. ആ സമയത്ത് അവർക്ക് ആ ഒരു വർഷത്തിലാണ്, ആ ഒരു വർഷങ്ങളിൽ അവർ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവും, കുറെ കൂടെ കാര്യങ്ങളും എക്സ്പീരിയൻസും മറ്റുമൊക്കെ നേടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറും. ഓക്കെ, ഒരു ഡോക്ടറുടെ ചെയ്തി അങ്ങനെ നോക്കുമ്പോൾ ഒരുപാടുണ്ട്. MBBS കഴിയുന്നു, അത് കഴിഞ്ഞാൽ MD ചെയ്യുന്നു അല്ലെ, പോസ്റ്റ് ഗ്രാജുവേഷൻ അത് സ്പെഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ സ്പെഷ്യലൈസ് ചെയ്ത ഫീൽഡ് MD കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഫീൽഡിൽ അവരൊരു 3 or 4 വർഷം റെസിഡൻസി പീരീഡിൽ ഇരിക്കും. ആ റെസിഡൻസി ടൈമിലാണ് അവർ കൂടുതൽ എക്സ്പീരിയൻസ്, ഒരുപാട് ഡ്യൂട്ടി വർക്കിലോടൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ അവർ എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷമാണ് പിന്നെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവർ മാറുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഈ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സീനിയേഴ്സും ഉണ്ട്, ജൂനിയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാല് MD കഴിഞ്ഞിട്ട് റെസിഡൻസിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിലെ അവരെയാണ് സീനിയർ റെസിഡന്റ് ഡോക്ടർ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ നിലവിൽ അത് MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്. MD ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, റെസിഡൻസിലോട്ട് അവർ കടന്നിട്ടില്ല. നിലവിൽ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ പീരീഡിൽ ഇരിക്കുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു.
അങ്ങനെയുള്ള റെസിഡന്റ് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ് പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അവരൊരു കൺസൾട്ടന്റ്, ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിലല്ലേ ഇൻഡിപെൻഡന്റ് കൺസൾട്ടേഷൻ മറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റെസിഡൻസി പീരീഡിന് ശേഷമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള റെസിഡന്റ് ഡോക്ടർമാരും എവിടെ ഉണ്ടായിരിക്കും? ICUവിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അതായത് ഇപ്പം റെസ്പിറേറ്ററി ഫെയിലിയർ ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഇൻഹേലേഷൻ തെറാപ്പി കൊടുക്കാൻ, ഓക്സിജൻ തെറാപ്പി ഒക്കെ കൊടുക്കാനുള്ള റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളും ICU സ്റ്റാഫിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ആണ് കേട്ടോ. അറിയാലോ നഴ്സിംഗ് സ്റ്റാഫ്. അവിടെ ശ്രദ്ധിക്കുക, ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബോവ് ആവറേജ് കോമ്പിറ്റൻസ് കേട്ടോ. അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ളതും പിന്നെ നല്ല കോമ്പിറ്റൻസ് മീൻസ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസ് മീൻസ് മിക്കവാറും രജിസ്റ്റേർഡ് സീനിയർ നഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കും. അവർ ഇതിൽ അംഗങ്ങളായിരിക്കും കേട്ടോ. പിന്നെ ഇനി പറയുന്ന പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം, ചോദിച്ചിട്ടുണ്ട് പറഞ്ഞതാണ് കേട്ടോ. റെക്കമെൻഡഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICU എടുത്തു ചോദിച്ചതാണ് കേട്ടോ. റെക്കമെൻഡഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ കേട്ടോ. അതായത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICU എന്ന് പറയുന്നത് എത്രയാണ് നോക്കിയേ? 1:1 or 1:2 ആണ് കേട്ടോ. രണ്ടും കറക്റ്റ് ആണ്. 1:1 or 1:2. 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 nurse is serving for 1 patient എന്നാണ്. ഒരു പേഷ്യന്റിനെ സെർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ്, അങ്ങനെയാണ്. 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 nurse is serving for the 2 patients കേട്ടോ. 2 പേഷ്യൻസിനെ നോക്കാനായിട്ട് ഒരു നഴ്സ്. അത് രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ 1:1 ആവാം, ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 1:2 ആവാം കേട്ടോ. 2 പേഷ്യൻസിനായിട്ട് ഒരു നഴ്സ്. ആ ഒരു രീതിയിലായിരിക്കും എവിടെ നമ്മുടെ ICUവിനകത്തുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ക്ലിയർ ആയോ? അപ്പൊ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICU എന്ന് പറയുന്നത് 1:1 or 1:2. ചിലപ്പോ ഓപ്ഷൻ എടുത്ത് ഏതെങ്കിലും ഒന്നേ തരുള്ളൂ കേട്ടോ. അപ്പൊ അത് എഴുതിയാൽ മതി. ഇനി അതല്ല രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ബോത്ത് A and B എന്നൊക്കെ പറഞ്ഞിട്ടാവും തരാം. അപ്പൊ ബോത്ത് A and B എഴുതും കേട്ടോ. ഓക്കെ, നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ്? 1:1 or 1:2. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തത് ഓക്സിലറി പേഴ്സണൽ ആണ് കേട്ടോ. ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുണ്ട് കേട്ടോ. അതിനകത്ത് ആരൊക്കെയാ വരുന്നത്? ICU ടെക്നീഷ്യൻസ് അല്ലെ? ICU ടെക്നീഷ്യൻ നമ്മൾക്ക് അറിയാം, നമ്മൾ പഠിച്ചതാണ്. ICUവിനകത്ത് വളരെ എന്താ പറയാ ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റുകളൊക്കെ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസും മറ്റും നടത്തുന്നതിനൊക്കെ ആയിട്ട് ICU ടെക്നീഷ്യന്മാരുണ്ട്. അതെന്താണ്? സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ് അല്ലെ. ഓക്സിലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ് കേട്ടോ. പിന്നെ ആരാണ്? നഴ്സിംഗ് എയ്ഡ്സ്. നഴ്സിംഗ് എയ്ഡ്സ് മീൻസ് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. നഴ്സിനെ സഹായിക്കുന്ന, നഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുണ്ട്. ദാറ്റ് മീൻസ് അവരിലൊക്കെ വരുന്നതാണ് വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ഒക്കെ കേട്ടോ. വാർഡ് ബോയ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതലും ഈ പേഷ്യൻസിന്റെ ബെഡൊക്കെ ഷിഫ്റ്റ് ചെയ്യുക, ബെഡ്ഷീറ്റ് മാറ്റുക, പില്ലോ കവർ മാറ്റുക, അല്ലെങ്കിൽ പേഷ്യന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ വാർഡ് ബോയ്സ്. ഫീമെയിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീമെയിൽ മീൻസ് അറിയാലോ, ICU പേഷ്യൻസ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഓറൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കുക, അവരെ ഗ്രൂപ്പ് ചെയ്യുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് വേണ്ട മെഡിസിൻസ് അല്ലെങ്കിൽ അവരെ ഡ്രസ് മാറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ. അങ്ങനെയുള്ളവരാണ് ഫീമെയിലിന് വേണ്ടിയിട്ടാണ് ഫീമെയിൽ അറ്റൻഡൻസ് കേട്ടോ. ദെൻ സ്വീപ്പേഴ്സ് അറിയാലോ, മീൻസ് അവിടെയൊക്കെ വൃത്തിയാക്കാനും മറ്റുമായിട്ട് സ്വീപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവരൊക്കെ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? ഓക്സിലറി പേഴ്സണൽ ആണ്, മെയിൻ അല്ല. കാര്യം മെഡിക്കൽ നഴ്സിംഗ് സ്റ്റാഫുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്ന ആളുകളാണ് കേട്ടോ ഓക്സിലറി പേഴ്സണൽ. ഇത്രയേ ഉള്ളൂ സ്റ്റാഫിംഗ് പഠിക്കാൻ കേട്ടോ. പുറത്തു വെക്കുക. ICU സ്റ്റാഫിങ്ങിനകത്ത് മെഡിക്കൽ സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ICU ഇന്റൻസിവിസ്റ്റ് ഉണ്ടായിരിക്കും. പോരാത്തതിന് റെസിഡന്റ് ഡോക്ടർമാർ, ജൂനിയർ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ICUവിന്റെ ഭാഗമായിരിക്കും. നഴ്സിംഗ് സ്റ്റാഫ് അതിന് നിങ്ങൾ പഠിക്കുന്നത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ICU ചോദിക്കാറുണ്ട്. 1:1 or 1:2. പിന്നെ വരുന്നത് ഓക്സിലറി പേഴ്സണൽ ആണ്. അതിനകത്ത് വരുന്നത് ICU ടെക്നീഷ്യൻസും അതുപോലെ തന്നെ നഴ്സിംഗ് എയ്ഡ്സ്, ദാറ്റ് മീൻസ് വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ്, സ്വീപ്പേഴ്സ്, അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെയാണ് ഓക്സിലറി പേഴ്സണലിനകത്ത് വരുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ തന്നെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കാമോ? 2 മിനിറ്റ് ഒന്ന് വായിച്ചേ. ഇത്ര എടുത്ത ഭാഗം ഒന്ന് വായിക്കാം. 2 minutes ഒന്ന് വായിച്ചാൽ മതി.
വേഴ്സണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോശമാവാന്നുള്ള അർത്ഥമാണ് കേട്ടോ. സെപ്സിസ് എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഇൻഫെക്ഷൻ കൂടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ട് നമ്മൾ ശരിയായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ബ്ലഡിലോട്ട് കലരും. ഓക്കെ, നമ്മൾ അങ്ങനെ മൊത്തത്തില് രക്തത്തിൽ അണുബാധയാവുകയും അത് മറ്റു പല ഓർഗൻസുകളെയൊക്കെ ബാധിക്കും കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കണം. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ചിലർ സ്വയം ചികിത്സയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് എന്താണ് പ്രശ്നമാവും കേട്ടോ. കാർഡിയക് അറസ്റ്റ് എന്താണ്? കാർഡിയക് അറസ്റ്റ് ആദ്യമായിട്ടാണോ കേൾക്കണേ? ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഹാർട്ട് അറ്റാക്ക് അല്ലെ. ഇതൊക്കെ പറഞ്ഞപ്പോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ കോംപ്ലക്സ് സ്പൈനൽ സർജറി? അതായത് സ്പൈനൽ സർജറി എന്ന് പറഞ്ഞാൽ നട്ടെല്ലിനൊക്കെ നടത്തുന്ന ശസ്ത്രക്രിയകളില്ലേ. ഇപ്പൊ ചില ആളുകൾക്ക് മരത്തിൽ നിന്നൊക്കെ വീണിട്ട് നട്ടെല്ലിന് പ്രശ്നങ്ങളൊക്കെ പറ്റും. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സർജറിയാണ് കേട്ടോ സ്പൈനൽ സർജറി. സ്പൈനില്ലേ നമ്മുടെ എന്താ പറയാ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ് സ്പൈനൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, കോംപ്ലക്സ് സ്പൈനൽ സർജറി മനസ്സിലായല്ലോ. സ്പൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, സുഷുമ്ന എന്നൊക്കെ പറയുന്ന ഭാഗമില്ലേ, അതാണ് കേട്ടോ സ്പൈനൽ. അതിനൊക്കെ വരുന്ന സർജറികൾ, പ്രത്യേകിച്ച് നട്ടെല്ലിനൊക്കെ വരുന്ന സർജറികൾ കേട്ടോ. സ്പൈനൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര വേദനയും അതൊക്കെ ആയിരിക്കും. ഈ സ്പൈനൽ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില മാസങ്ങളോളം റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനോ അവർക്ക് പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടോ ICUവിനകത്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. എന്റെ അമ്മയ്ക്ക് സ്പൈനൽ കംപ്രഷൻ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഇതുപോലെ തന്നെ എന്താണ് സ്പൈനിന്റെ കാലിന് ഭയങ്കര വേദന, കാഫിന്റെ അവിടെ ഭയങ്കര വേദന വന്ന് നമ്മള് സ്കാനിങ്ങും മറ്റും ചെയ്തപ്പോഴാണ് പറയുന്നത് സ്പൈനൽ കംപ്രഷൻ ആണ്. അപ്പൊ സ്പൈനൽ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നടുവിനൊക്കെ ഭയങ്കര വേദന, ആ വേദന കൂടി റേഡിയേറ്റ് ചെയ്ത അവസാനം കാഫ് വരെ എത്തി. അവരും ഇതുപോലെ പെട്ടെന്ന് സർജറിയാണ് അവര് സജസ്റ്റ് ചെയ്തത്. പക്ഷെ നമുക്കത് സർജറി ചെയ്യാനായിട്ടുള്ളൊരു പേടി കൊണ്ട് ചെയ്തില്ല എന്ന് മാത്രം. വേറെ ആയുർവേദ ട്രീറ്റ്മെന്റിലോട്ട് പോകും. സ്പൈനൽ എന്ന് പറയുമ്പോൾ അത് കുറച്ച് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ് കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ എവിടെയാണ് പരിചരിക്കുന്നത്? ICUവിനകത്താണ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ടെക്സ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നത്. പലരും എനിക്ക് തോന്നുന്നു നോട്ടൊക്കെ എഴുതിയെടുക്കാമെന്ന് തോന്നുന്നു. ഈ പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് മേടിക്കണം കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് മിസ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോകാം കേട്ടോ. അടുത്ത ഭാഗത്ത് ജസ്റ്റ് ആ ഒരു കുഞ്ഞു പോർഷനും കൂടെ ഉള്ളത് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. അടുത്ത നോക്കാം, രജിസ്ട്രാർ ഇൻ ICU. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഹു ഈസ് രജിസ്ട്രാർ ഇൻ ICU കേട്ടോ. ICUവിന്റെ രജിസ്ട്രാർ ആരാണെന്നറിയോ? ആരാണ് രജിസ്ട്രാർ? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. അപ്പൊ തന്നെ പഠിച്ചോ, സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് രജിസ്ട്രാർ ഇൻ ICU എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് റെക്കോർഡ് ക്ലാസ്സിലെ നോട്ട്സ് ക്ലിയർ അല്ല അല്ലെ? പെട്ടെന്ന് ടെക്സ്റ്റ് വാങ്ങിയാൽ മതി കേട്ടോ. അല്ലെങ്കിലും ഇങ്ങനെ ടീച്ചേഴ്സ് പല പല എന്താ പറയാ ചാപ്റ്ററുകളല്ലേ എടുക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും പലതും ഇല്ല എടുക്കുന്നത്. ടെക്സ്റ്റ് ഒന്നും പ്രശ്നമില്ല. Okay, അപ്പൊ registrar in ICU. Okay, വായിക്കാം. One senior resident who becomes registrar, that means post MD. Post MD will always be on duty. He or she can be a consultant later after few years of attaining experience. ലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. എന്താണ് ആരാണ് രജിസ്ട്രാർ ഇൻ ICU എന്ന് പറയുന്നത്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. ഓപ്ഷൻ അകത്ത് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ, കൺസൾട്ടന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരൂ കേട്ടോ. അപ്പൊ ഉത്തരം കറക്റ്റ് ആയിട്ട് എഴുതാം.
സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ഓർക്കാം കേട്ടോ. റെസിഡന്റ് ഡോക്ടേഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി പോസ്റ്റ് MD ആണ്. എന്തുകൊണ്ട് പോസ്റ്റ് MD കഴിഞ്ഞവര് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞു കേട്ടോ. MD കഴിഞ്ഞിട്ട് അത് സ്പെഷ്യലൈസ് ചെയ്ത ഏരിയയിൽ ഒരു 3 to 4 years അവർക്ക് റെസിഡൻസി പീരീഡ് ഇരിക്കുന്ന ഡോക്ടേഴ്സ്, അവരെയാണ് നമ്മൾ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്ത് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസും മറ്റും കിട്ടുന്ന ഒരു ടൈമാണ് റെസിഡൻസി പീരീഡ് എന്ന് പറഞ്ഞത്. ട്രെയിനിങ് പീരീഡിലുള്ള ഡോക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര വർക്ക് ലോഡായിരിക്കും, ഒരുപാട് ഭയങ്കര ഡ്യൂട്ടി ടൈം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ പറ്റി അവർ പറയുന്നുണ്ട്. ഹി ഓർ ഷീ ക്യാൻ ബി എ കൺസൾട്ടന്റ് ലേറ്റർ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഓഫ് അറ്റൈനിങ് എക്സ്പീരിയൻസ്. ആ ഒരു റെസിഡൻസി പീരീഡിൽ ഇരുന്നുകൊണ്ട് എക്സ്പീരിയൻസ് അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് പിന്നീട് അവരൊരു എന്താ പറയുക ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുന്നത് കേട്ടോ. കൺസൾട്ടന്റ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല, പക്ഷെ അതുവരെ അവർക്ക് നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ, വർക്കിലോടൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. ഇനി നോക്കി അവരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ടൈം നോക്കി. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഫോർ ഓഫ് എ സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 12 hours ഡ്യൂട്ടിയാണ് കേട്ടോ അവർക്ക് വരുന്നത്. 12 hour ഡ്യൂട്ടിയാണ് വരുന്നത്. ആലോചിച്ച് നോക്കി, ഭയങ്കര വർക്കായിരിക്കും അല്ലെ. 12 hour ഡ്യൂട്ടി എടുക്കാന്ന് പറയുമ്പോൾ എന്തൊരു ഹാർഡ് വർക്കാന്ന് ആലോചിച്ചു കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ അദ്ദേഹമാണ് രജിസ്ട്രാർ ഇൻ ICU കേട്ടോ. അപ്പൊ ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. അദ്ദേഹം പോസ്റ്റ് MD കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. MD കഴിഞ്ഞ് റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടറാണ്. ആ റെസിഡൻസി പീരീഡിൽ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർ ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടി. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നത്, സീനിയർ റെസിഡന്റ് ഹാസ് ദ റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ് വിച്ച് മേ ബി ഇൻഎവിറ്റബിൾ വിത്തൗട്ട് പെർമിഷൻ. ലേറ്റർ കൺസൾട്ടൻസ് മസ്റ്റ് ബി ഇൻഫോംഡ്. ഞാൻ അവിടെ പറയുന്നതെന്ന് അറിയോ, അതായത് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഇപ്പൊ ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ളൊരു റൈറ്റ്, അവകാശം അവർക്കുണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു രോഗി വന്നു, അപ്പൊ അവർക്ക് കൺസൾട്ടന്റ് ഇല്ല, ദാറ്റ് മീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മെയിൻ ഡോക്ടർ ഇല്ലാന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനില് നമുക്ക് ആ ഒരു പേഷ്യന്റിന് എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു മീൻസ് റൈറ്റ് ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടറിനുണ്ട് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. സീനിയർ റെസിഡന്റ് ഹാസ് ദ റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ് വിച്ച് മേ ബി ഇൻഎവിറ്റബിൾ. ഇൻഎവിറ്റബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സിറ്റുവേഷൻ വരികയാണ്. എമർജൻസി വന്ന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം, അവിടെ നമ്മൾ കൺസൾട്ടന്റിനെ വിളിച്ച് അവർ വരാനുള്ള ടൈമൊന്നും എടുക്കാനുള്ള സമയമില്ല. പെട്ടെന്ന് നമുക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ എമർജൻസി ട്രീറ്റ്മെന്റ് തുടങ്ങാനുള്ള റൈറ്റ് ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടർ. ലേറ്റർ കൺസൾട്ടൻസ് മസ്റ്റ് ബി ഇൻഫോംഡ്. അതിനുശേഷം പിന്നെ നമ്മൾ കൺസൾട്ടൻസിനെ അത് അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സീനിയർ റെസിഡന്റ് നിങ്ങളെ മറ്റേ സിനിമ കണ്ടില്ല, അയാളും ഞാനും തമ്മിൽ സിനിമ കണ്ടില്ല, പൃഥ്വിരാജിന്റെ, കണ്ടിട്ടില്ലേ? അതിനകത്ത് നമ്മുടെ പൃഥ്വിരാജ് അതിനകത്ത് ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറായിട്ട് അങ്ങനെയൊക്കെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസൾട്ടന്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട്. പിന്നീട് കൺസൾട്ടൻസിനെ അറിയിച്ചാൽ മതി കേട്ടോ. അത്രയും അങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ, ജൂനിയർ റെസിഡന്റ്. അപ്പൊ ഇതിൽ പഠിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ICUവിന്റെ രജിസ്ട്രാർ ആരാണെന്ന് ചോദിച്ചാൽ പറയാം സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. പിന്നെ അവരുടെ ഡ്യൂട്ടി ടൈം എപ്പോഴാണ്? 12 hours ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത്. പിന്നെ ഈ പറയുന്ന എമർജൻസി ട്രീറ്റ്മെന്റ്, അതായത് മെയിൻ ഡോക്ടർ മീൻസ് കൺസൾട്ടന്റിന്റെ ഇല്ലാന്ന് വെച്ചാൽ അവരെ അറിയിക്കണം. പക്ഷെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സാഹചര്യമാണെങ്കിൽ പെർമിഷൻ ഇല്ലാതെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനെന്നൊരു റൈറ്റ് സീനിയർ റെസിഡന്റ് ഡോക്ടറിനാണുള്ളത്. അതിനുശേഷം മാത്രമേ കൺസൾട്ടൻസിനെ അറിയിച്ചാൽ മതി. പിന്നെ വരുന്നതാണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU. ജൂനിയർ റെസിഡന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിലവിൽ MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. MD കഴിഞ്ഞിട്ടില്ല, നിലവിൽ MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ജൂനിയർ റെസിഡന്റ് ഇൻ ICU എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടി എന്താ നോക്കി? വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ്, ദാറ്റ് മീൻസ് ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മറ്റോടത്ത് എന്താ പറഞ്ഞേ? പോസ്റ്റ് MD എന്ന് പറഞ്ഞേ, MD കഴിഞ്ഞിട്ടുള്ളവരാണ് കേട്ടോ സീനിയർ. ഇവിടെ during post graduation that will be on duty in unit day and night. അവർക്ക് ഡേയും നൈറ്റും ഒക്കെ ഇവിടെ ഡ്യൂട്ടി ഇല്ലായിരിക്കും കേട്ടോ. ICUവിനകത്ത് ഡ്യൂട്ടി ഇല്ലായിരിക്കും. ഇനി എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി? ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്. The duty would include keeping the patient's records while in ICU and preparing summaries കേട്ടോ. ICUവിലുള്ള സമയത്ത് പേഷ്യൻസിന്റെ റെക്കോർഡുകളും
അതുപോലെ അവരുടെ സമ്മറികളും മറ്റും പ്രിപ്പയർ ചെയ്യുന്നതാണ് ആരുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്? ജൂനിയർ റെസിഡൻസിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി? കീപ്പിംഗ് ദ പേഷ്യൻസ് റെക്കോർഡ്സ് വൈൽ ഇൻ ICU. ICUയിൽ ആയിരിക്കുമ്പോൾ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, സമ്മറികളൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ ഡ്യൂട്ടി. ഓക്കെ, മനസ്സിലായില്ലേ? സീനിയർ റെസിഡന്റ് ഡോക്ടർ, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആരൊക്കെ ക്ലിയർ ആയിട്ടില്ല. മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിർത്താം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം ഡൗട്ട് ഉണ്ട്. നമ്മുടെ കാർഡിയാക് അറസ്റ്റ് എന്നാണോ അത് പ്രൊനൗൺസിയേഷൻ ഒന്ന് പറഞ്ഞു തരുമോ? കാർഡിയാക് അറസ്റ്റ് സ്പെല്ല് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സ്പെല്ലിംഗ് കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിൽ കാർഡിയാക് ARREST ആണല്ലോ. അപ്പൊ ഒരുമിച്ചാണോ അത് പറയണ്ടേ? കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ്. ഓക്കെ ഓക്കെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശരി കേട്ടോ. Thank you, Miss. Thank you, Miss.